താങ്കൾക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? നേരത്തെ താങ്കൾ പറഞ്ഞു ഇപ്പോൾ ഇറാനും പിന്നോട്ട് പോകുന്നില്ല, മുന്നോട്ടാണെന്ന്. ഇറാന് മുന്നോട്ടല്ലാതെ പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് അമേരിക്കയിലും ഇസ്രയേലും കൊണ്ടെത്തിച്ചില്ലേ? നോക്കൂ, സമാധാന ചർച്ചകളുമായി എല്ലാ രീതിയിലും സഹകരിച്ചു. ആ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഒമാൻ എന്തു പറഞ്ഞു? വളരെ പോസിറ്റീവായിട്ടാണ് ഡയലോഗ്സ് മുന്നോട്ട് പോയത്. 90 ദിവസത്തിനുള്ളിൽ ഒരു സമാധാന കരാറിലേക്ക് എത്താൻ കഴിയുമെന്ന് ഒമാൻ പറഞ്ഞു. പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടില്ല. അപ്പോൾ ഇനിയും സമാധാനവുമായി ഇറാൻ സഹകരിച്ചില്ല എന്നുള്ളൊരു വാദത്തിന് എന്തെങ്കിലും ഒരു അർത്ഥമുണ്ടോ? ഇല്ല, നമ്മൾ അങ്ങനെ ഒരിക്കലും വാദിക്കുന്നില്ലല്ലോ. ഇറാന് നാച്ചുറലി ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യത്തിനെ അറ്റാക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവർ തിരിച്ചടിക്കും. ആ തിരിച്ചടിക്കുള്ള അധികാരം അവർക്കും ഉണ്ട്, ഇറാന് തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിച്ചപ്പം ഇറാൻ തിരിച്ചടിച്ച ബേസുകളിൽ, അതായത് ഇപ്പം സൗദി അറേബ്യ ആയാലും ശരി, UAE ആയാലും ശരി, ഖത്താർ ആയാലും ശരി, ബഹ്റൈൻ ആയാലും ശരി, ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ സ്ട്രൈക്ക് ചെയ്യുമ്പം അവിടെ നിങ്ങൾ മിലിറ്ററി ടാർഗറ്റ്സിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങത്തില്ല. ഇപ്പം ഒരു മിസൈലിനെ ഇന്റർസെപ്റ്റ് ചെയ്ത് ആ ഇന്റർസെപ്റ്റ് ചെയ്ത സാധനം വന്ന് താഴെ വീണാലും അവിടെ ചിലപ്പോൾ സിവിലിയൻസിന് കാഷ്വാലിറ്റീസ് ഉണ്ടാവാം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇറാന്റെ അഗേൻസ്റ്റ് ആയിട്ട് മാറി. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ഞങ്ങൾ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ, കാരണം ബഹ്റൈനിലും കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, UAE അവിടെ ഒന്നും ഒരിക്കലും അങ്ങനത്തെ ഉള്ള രീതിയിലൊന്നും വരാത്ത സംഭവം. അബുദാബി പോലുള്ള ഒരു എയർപോർട്ടിൽ വരെ പല രീതിയിലുള്ള അറ്റാക്സ് നടക്കുന്നെന്ന് നമ്മൾ റിപ്പോർട്ട്സ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു രീതിയിലുള്ള ഒരു എക്സിറ്റ് സ്ട്രാറ്റജി ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമാണോ എന്നുള്ളൊരു ഡൗട്ടാണ് എൻ്റെ പറഞ്ഞത്. അല്ലാതെ അവർക്ക് തിരിച്ചടിക്കാനുള്ള അധികാരം അവർക്കുണ്ട്, ഇറാനുണ്ട്, എന്തുകൊണ്ടില്ല. പക്ഷെ അവർ ചെയ്തത് ഇനിയിപ്പം എന്താ പറ്റുന്നത്, ഈ രാജ്യങ്ങളെല്ലാം അതർവൈസ് ന്യൂട്രലായിട്ട് നിന്നാൻ അവർ, പക്ഷെ അവരെ രാജ്യത്തിലേക്ക് അറ്റാക്ക് ചെയ്തെന്നുള്ള രീതിയിലേക്ക് വന്നപ്പം ഇനി അവരും കൂടെ, ഇപ്പൊ സൗദി അറേബ്യയുടെ സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെല്ലാ രീതിയിലുള്ള സപ്പോർട്ടും അവരുടെ എല്ലാ കാപ്പബിലിറ്റീസും അത് ഈ ഒരു അറ്റാക്കിന് വേണ്ടി അവർ കൊടുക്കുമെന്നുള്ള നിലയിലേക്ക് ഉള്ള സ്റ്റേറ്റ്മെന്റ് വന്നു. അപ്പം ഈ സമയത്ത് നിങ്ങൾ ഇസ്രയേലിനെയും US-ന്റെയും മിലിറ്ററി ടാർഗറ്റ്സിനെ മാത്രമായിട്ട് നിങ്ങൾ കേന്ദ്രീകരിച്ച് നിന്നിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഗൾഫ് രാജ്യങ്ങൾ ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലേക്കുള്ള സപ്പോർട്ട് എന്നുള്ള നിലയിലേക്ക് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷെ അത് കണക്കാക്കാതെ അവർ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി എന്നുള്ള നിലയിലേക്ക് പോയപ്പം ആ സാധ്യത അവിടെ ഇല്ലാതാവുന്നു എന്നാണ് ഞാൻ പറയാൻ